നമസ്കാരം, എല്ലാവർക്കും ഷെർലീസ് മൈക്രോ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. മനസ്സും ശരീരവും ഒക്കെ ഒരുപോലെ തണുപ്പിക്കുന്ന പുതു രുചിയിലുള്ള ഒരു നാരങ്ങ വെള്ളത്തിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് പ്രിപ്പയർ ചെയ്യുന്നത്. വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു നാരങ്ങ വെള്ളമാണിത്. കൂടാതെ ഒരു ഹെവി മീലിന് ശേഷമൊക്കെ ഇത് നമ്മൾ കുടിക്കുവാണെങ്കിൽ നല്ലൊരു ദഹനവും നമുക്ക് കിട്ടും. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നാരങ്ങ തന്നെയാണ്. ഒരു വലിയ നാരങ്ങയാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. അത് നാരങ്ങ നീരിനനുസരിച്ചിരിക്കും. ഇതിൽ നിന്നൊരു 3 ഗ്ലാസോളം നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാം. പിന്നീട് നമുക്ക് ആവശ്യം ഫ്രഷ് ആയിട്ടുള്ള ഒരു പിടി പുതിനയിലയാണ്. ഇത് പച്ചമുളകിൻ്റെ വളരെ ചെറിയൊരു പീസാണിത്. കുട്ടികളൊക്കെയുള്ള വീടാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകിൻ്റെ ഈ പീസ് ഒമിറ്റ് ചെയ്യാം. നമ്മുടെ നാരങ്ങ വെള്ളത്തിനൊരു പുതു രുചിയും ഒരു പുതു കളറും ഒക്കെ കിട്ടാൻ വേണ്ടി ഞാൻ ഒരു പീസ് ബീറ്റ്റൂട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കൊരു ചെറിയ പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഒരുപാട് വലിയ പീസ് ആകരുത്. ഒരുപാട് വലിയ പീസ് ആവുകയാണെങ്കിൽ ഇഞ്ചിയുടെ ആ ഒരു കുത്ത് നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് ഇത് 2 ചെറിയ ഏലക്കയാണ്. അതും കൂടി നമുക്ക് നമ്മുടെ നാരങ്ങ വെള്ളത്തിൽ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കൊരു മിക്സിയുടെയോ ഒരു ബ്ലെൻഡറിൻ്റെ ജാറിലേക്ക് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയ പുതിനയുടെ ഇലകൾ ചേർത്ത് കൊടുക്കാം. ഒരു പിടി മതിയാകും. 3 ഗ്ലാസ്സിനൊക്കെ അത്രയും മതിയാവും. ഗ്ലാസിൻ്റെ വലിപ്പം അനുസരിച്ചും ഇരിക്കും. ഒരു നോർമൽ മീഡിയം ഗ്ലാസ്സിന് 3 ഗ്ലാസ് നാരങ്ങ വെള്ളം നമുക്കിതിൽ നിന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാം. നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരുന്ന ഇഞ്ചിയുടെ പീസാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്കിതിലേക്ക് 2 ഏലക്ക ചേർക്കാം. അതിനുശേഷം ചെറിയ പച്ചമുളകിൻ്റെ ഒരു പീസും കൂടി ചേർക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെ അളവ് കൊച്ചു കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ ചെറുതായിട്ടൊന്ന് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. ഒരുപക്ഷെ അവർക്ക് ഇഷ്ടമാകില്ല. പക്ഷെ വലിയ ആൾക്കാർക്കൊക്കെ വളരെ ടേസ്റ്റി ആയിരിക്കും. കാരണം ആ എരിയും ഇഞ്ചിയുടെയൊക്കെ ആ ഒരു ഫ്ലേവറൊക്കെ വളരെ നല്ല ടേസ്റ്റാണ് നമുക്ക് തരുന്നത്. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ എടുത്തു വെച്ചിരുന്ന ബീറ്റ്റൂട്ടിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന നാരങ്ങയിൽ നിന്നെടുത്ത നാരങ്ങ നീരാണിത്. ഒരു 2-2.5 ടേബിൾ സ്പൂണോളം ഉണ്ടിത്. അത് നമുക്ക് നമ്മുടെ ബ്ലെൻഡറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് വെള്ളമാണ്. 3 ഗ്ലാസ് വെള്ളമൊന്നും നമുക്ക് ബ്ലെൻഡറിൽ ഒഴിക്കാൻ പറ്റില്ല. പിന്നീട് നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം ഒരു 3/4 ഗ്ലാസോളം ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എല്ലാ രുചികളെയും ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മധുരമാണ്. പഞ്ചസാര ഇഷ്ടമുള്ളവർക്ക് പഞ്ചസാര ചേർക്കാം. അതല്ല ഹണി ചേർക്കേണ്ടവർക്ക് ഹണി ചേർക്കാം. ഞാനിന്നിവിടെ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാരയുടെ അളവ് അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഒരു ഗ്ലാസ്സിന് ചില ആൾക്കാർക്ക് കുറച്ച് കൂടുതൽ മധുരം വേണം, ചിലവർക്ക് കുറച്ച് മതി. അപ്പോൾ പഞ്ചസാരയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ക്രമീകരിക്കണം. നമ്മുടെ നാരങ്ങ വെള്ളം നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ബ്ലെൻഡ് ചെയ്തിപ്പം കൊണ്ടുവന്നിട്ടുണ്ട്. നല്ലൊരു പിങ്ക് കളറാണ് നമ്മുടെ നാരങ്ങ വെള്ളത്തിന്. നമ്മുടെ പിങ്ക് നാരങ്ങ വെള്ളം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് നല്ലതുപോലെ അരിച്ചെടുക്കണം. കാരണം അരിച്ചെടുത്തില്ലെങ്കിൽ പുതിനയിലയുടെയും ഇഞ്ചിയുടെയൊക്കെ ചെറിയ ചെറിയ പീസസ് ഈ നാരങ്ങ വെള്ളത്തിൽ കാണും. അപ്പോൾ അത് കുടിക്കുമ്പോൾ നമുക്കതൊരു ശല്യമാണ്. നമ്മുടെ നാക്കിലൊക്കെ അത് നല്ലതുപോലെ ഫുള്ളിങ്ങനെ തട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നല്ലതുപോലെ നമുക്കിത് അരിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് ആവശ്യമായ വെള്ളം വേണമെങ്കിൽ വെള്ളം ചേർക്കാം, അല്ലെങ്കിൽ മധുരം വേണമെങ്കിൽ മധുരം ചേർക്കാം. അപ്പോൾ നമ്മുടെ പിങ്ക് നാരങ്ങ വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ഗ്ലാസ്സിലേക്ക് നിങ്ങൾക്ക് നല്ല തണുപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഒരു 3-4 ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ നാരങ്ങ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂടുള്ള കാലാവസ്ഥയിലൊക്കെ ആണെങ്കിൽ നല്ല തണുപ്പിച്ച് കുടിക്കുന്നതാണ് ഭയങ്കരമായിട്ട് നമുക്കൊരു റിഫ്രഷിങ് ഫീല് തരുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതു രുചിയിലുള്ള ഈ നാരങ്ങ വെള്ളം ഇഷ്ടമായി കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളെല്ലാവരും എൻ്റെ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേർലീസ് മൈക്രോ കിച്ചൻ.